ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ വീടിൻ്റെ പകുതിയോളം വെള്ളം കയറിയില്ലേ, കണ്ടു ഈ ഒരു ഹൈറ്റിലായിരുന്നു വെള്ളം കയറുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ അത്രയും ഇതിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മൊത്തം വെള്ളത്തിനടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ബെഡൊന്നും വിനിയോഗിക്കാൻ കൊള്ളത്തില്ല, അതൊക്കെ പോയി. പിന്നെ നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. അത്യാവശ്യം എന്താ പറയുക, ഒന്നും അങ്ങനെ പോയി എന്ന് പറയാൻ പറ്റില്ല, ബെഡൊക്കെ മാത്രമേ പോയുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ കഴുകിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ടാസ്ക് പാത്രം കഴുകലായിരുന്നു. കാരണം അത്രയും വെള്ളം അത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന മേലെ ഭാഗത്തൊന്നും പിന്നെ വെള്ളം കയറാത്ത അല്ലെ ബർത്തിലിൻ്റെ അങ്ങോട്ട് വെള്ളം കയറത്തുണ്ട്. അവിടെ വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ കുഴപ്പമില്ലാണ്ട് കിട്ടി. ബാക്കിയൊക്കെ ഫുള്ള് നമ്മൾ കഴുകി പെറുക്കി അലമാരി പിന്നെ കട്ടിൽ മേശ എല്ലാം കഴുകി നമ്മൾ മാറ്റിയിട്ടോ. അതുപോലെ വീട്ടിൻ്റെ ചെളികളൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ നമ്മൾ ആ വീടും കൂടെ വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. നമ്മൾ വേറെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്യായതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി. പിന്നെ കഴുകലായിരുന്നു ഏറ്റവും വലിയ പണി. എല്ലാ പാത്രം വൃത്തി കഴുകി 2-3 പ്രാവശ്യം ഇപ്പോൾ അവിടെ തന്നെ കഴുകിയായിരുന്നു. പിന്നെ ഇനി പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ നിന്ന് കഴുകണമല്ലോ. അതുകൊണ്ടുണ്ടോ ഗ്യാസ് സിലിണ്ടറൊക്കെ ഗ്യാസ് അടുപ്പൊക്കെ കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം അത്രയും വെള്ളം കയറുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു, കത്തിയിട്ടോ. അതുകൊണ്ട് വലിയൊരു സമാധാനം. നമുക്ക് വെള്ളം തിളപ്പിക്കാനൊക്കെ ആണെങ്കിൽ വെള്ളം തിളപ്പിച്ചുള്ള പാത്രം കഴുകാൻ. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടറാണ് ഫസ്റ്റ് കത്തിച്ച് നോക്കിയത്. അപ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ ബേക്ക് വശം കണ്ടോ, ഇതൊക്കെ നമ്മുടെ പുറകിലത്തെ മതിലിടിഞ്ഞ് പോയപ്പോൾ നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് എവിടെ നിന്നൊക്കെയോ വന്ന വേസ്റ്റുകൾ കുറേ അവിടെ കിടക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ തുണികൾ കുറേ കഴുകേണ്ടത് കൊണ്ട് നമ്മൾ പുഴയിൽ പോയിട്ടാണ് തുണി കഴുകിയത്. അത്രയും തുണി എന്തായാലും നമ്മൾ ബക്കറ്റിൽ കഴുകുമ്പോഴേക്കും കുറേ സമയം പുഴയാൻ പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ വേണ്ട വെള്ളത്തിൽ ഇറങ്ങി നിന്നാ കേട്ടോ ചേച്ചി കഴുകിയത്. അങ്ങനെ ഞങ്ങൾ പുതിയ വീട് കേട്ടോ, പുതിയ വീട്. കാരണം വെള്ളിയാഴ്ചയാണ് അങ്ങോട്ട് മാറിയത്. പിന്നെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വൈകുന്നേരം കേട്ടോ ഞങ്ങൾ പിന്നെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിനെ സഹായിക്കാൻ ഞങ്ങൾ അങ്കിളിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നില്ലേ, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് വീഡിയോ എടുത്ത കാരണം എനിക്കൊന്നും വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ റൂമൊക്കെ കട്ടിൽ അലമാരിയൊക്കെ നമ്മൾ ഡെറ്റോളൊക്കെ തുടച്ച് കസേരയൊക്കെ തുടച്ച് നമ്മൾ റൂമിൽ കയറ്റി. എന്തായാലും എല്ലാ സാധനവും ഡെറ്റോൾ കൊണ്ട് തുടയ്ക്കാണ്ട് കൊള്ളത്തില്ല. പിന്നെ പാത്രമൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ എല്ലാം മുക്കി വെച്ചിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഇത് പാത്രം ഗ്യാസ് കത്തുന്നുണ്ടോ നോക്കുന്നത്. കാരണം തിളച്ച വെള്ളത്തിൽ ഇട്ട് പാത്രങ്ങൾ മുക്കിയാലേ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാം ശരിയാക്കി കഴിഞ്ഞ് പിന്നെ ചെടികളൊക്കെ ഫാനൊക്കെ ഫുൾ ലീഫൊക്കെ ഫുൾ ചെളിയായിരുന്നു. അപ്പം അതെല്ലാം ബാത്റൂമിൽ ഇട്ടോ ഞങ്ങൾ കഴുകിയത്. അപ്പോഴേക്കും നല്ലൊരു സമയമായിട്ടോ. രാത്രി ഞങ്ങളൊരു സമയം കുറേ സമയമായപ്പോൾ നമ്മൾ മടുത്ത് തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഫുൾ ക്ഷീണമല്ലേ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.